രാജ്യത്ത് വലിയ കലാപം അഴിച്ചുവിട്ടിട്ട് മോദി വിദേശ രാജ്യത്തേക്ക് മുങ്ങിയിരിക്കുകയാണ്. ഇപ്രാവശ്യം കുവൈറ്റിലേക്കാണ് മോദി യാത്രയായിരിക്കുന്നത്. തുരുതുര ഇത്രയും വിദേശയാത്രകളും ടൂറുകളും നടത്തുന്ന മോദിക്ക് ഏതാണ്ട് 2 വർഷത്തോളമായി കത്തിയെരിയുന്ന മണിപ്പൂരിലേക്ക് ഒരു പ്രാവശ്യം പോലും പോകാനുള്ള മനസ്സുണ്ടായിട്ടില്ല എന്ന് ഓർക്കണം. 2024 തെരഞ്ഞെടുപ്പിന് ശേഷം മോദി ആകെ ചെയ്യുന്നത് വിദേശ ടൂർ നടത്തുക എന്നുള്ളത് മാത്രമാണ്. വിദേശത്ത് എന്ന് വിദേശ ഇന്ത്യക്കാരെ കൊണ്ട് മോദി നാടകം കളിച്ച് അതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച് സ്വയം നിർവൃതി അടയുക മാത്രമാണ് മോദി ചെയ്യുന്ന ഏക ജോലി. 24 മണിക്കൂറും ജോലി ചെയ്യുന്ന മോദിക്ക് ആകെയുള്ള ജോലി ഇത് മാത്രമാണ്. അല്ലാതെ രാജ്യത്തെക്കുറിച്ചോ അതിലെ ജനങ്ങളെക്കുറിച്ചോ മോദിക്ക് ഒരു വേവലാതിയുമില്ല. അംബേദ്കറിനെതിരെ അതിനിന്ദ്യമായ പ്രസ്താവന അമിത്ഷാ നടത്തിയതിന്റെ പേരിൽ വലിയ പ്രക്ഷോഭമാണ് രാജ്യമെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊന്നും മോദിയെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. അതുപോലെ രാജ്യത്ത് ജനങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ, കള്ളക്കണക്കുകൾ ഉപയോഗിച്ചിട്ടും സാമ്പത്തിക വളർച്ച വലിയ തോതിൽ ഇടിയുന്നു. വിലക്കയറ്റം ഒരു പരിധിയുമില്ലാതെ കുതിച്ചുകൊണ്ടിരിക്കുന്നു. രാജ്യത്തെ മിഡിൽ ക്ലാസ് വലിയ പ്രതിസന്ധിയിലാണ്. പതിവ് പോലുള്ള മോദിയുടെ ഈ റീൽ കണ്ടോ? എന്നത്തെയും പോലെ എല്ലാ ചേരുവകളും ചേർന്നതാണ് ഇതും. ഇത് കണ്ട് ജനങ്ങൾക്ക് അതിയായി ബോറടിച്ചിരിക്കുകയാണ്. സ്ലോ മോഷനിൽ വിവിധ ക്യാമറ ആംഗിളുകളിൽ സിനിമ പോലെ റീലുണ്ടാക്കി മോദിയുടെ മന്ദഭക്തന്മാരെ സന്തോഷിപ്പിക്കുക മാത്രമാണ് ഇതിന്റെ ലക്ഷ്യം. ഇതിൽ എന്തെങ്കിലും സബ്സ്റ്റൻസ് ഉണ്ടോ? എന്തെങ്കിലും കഴമ്പുണ്ടോ? ഇതാ ഇവിടെ കഴിഞ്ഞ 10 വർഷമായി നമ്മൾ കാണുന്ന മോദി നാടകം അവതരിപ്പിക്കുന്നു. എന്നത്തെയും പോലെയുള്ള കരച്ചിൽ നാടകം കളിക്കുന്ന ഒരു അമ്മായി, വലതുവശത്ത് നിന്ന് രണ്ടാമത് നിൽക്കുന്ന അമ്മായി കണ്ണീർ തുടയ്ക്കുകയാണ്. എന്ത് കണ്ടിട്ടാണ് അവരുടെ ഈ ആനന്ദാശ്രു നാടകം? അറപ്പ് തോന്നുകയാണ് ഇത് കാണുമ്പോൾ. ഇനി വേറെ ഒരു അമ്മായി, only because of you we Indians are so proud, you make India up to the high level. ഏത് ലെവലിലാണ് അമ്മായി? അറിയാൻ മേലായിട്ട് ചോദിക്കുകയാണ്. എവിടെയാണ് ഇന്ത്യ ഹൈ ലെവലിൽ എത്തിയത്? ഇതാ ഇവിടെയും വീണ്ടും മറയ്ക്കുന്ന മോദി നാടകം. ലോകത്തിലെ ഏറ്റവും കഴിവുകെട്ട, ഏറ്റവും വൃത്തികെട്ട ഭരണം നടത്തുന്ന പ്രധാനമന്ത്രി, ഭരണമുണ്ടോ എന്ന് പറയാൻ പോലും നാണിക്കുന്ന അവസ്ഥയിലാണ് ഇന്ത്യ. ഇവിടെയും ആ പച്ച സാരിയെടുത്ത അമ്മായി ഉറഞ്ഞു തുള്ളുന്നത് കണ്ടോ? നാണമില്ലേ മനുഷ്യ നിങ്ങൾക്ക്? ഇവിടെ ഒരു കന്യാസ്ത്രീയെ കണ്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ക്രിസ്മസിന് റെഡിയായി ഇരിക്കുകയാണോ എന്ന്. പിന്നെ എല്ലായിടത്തുമുള്ള മറ്റൊരു പതിവ് പരിപാടി, ഒറ്റയ്ക്ക് നിന്ന് കുറെ പെണ്ണുങ്ങളുടെ ഡാൻസ് കണ്ട് കൈയടിക്കുക. കഴിഞ്ഞ 10 വർഷങ്ങളായി നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇതേ സെയിം പരിപാടികൾ തന്നെയാണ് എല്ലാ വിദേശ രാജ്യങ്ങളിലും ചെന്ന് നടത്തുന്നത്. ഒരേ നാടകം തന്നെ പല വേദിയിൽ കഴിഞ്ഞ 10 വർഷമായി നടത്തുന്നു. ഇനി മോദിയുടെ മറ്റൊരു സ്ക്രിപ്റ്റഡ് നാടകം തുറന്നു കാണിക്കാം. ഡിസംബർ 20-ാം തീയതി ശ്രേയ ജുനേജ എന്ന ഒരു സ്ത്രീ നരേന്ദ്രമോദിയെ ടാഗ് ചെയ്തുകൊണ്ട് ട്വിറ്ററിൽ കുറിക്കുകയാണ്, കുവൈറ്റിൽ ചെല്ലുമ്പോൾ മുൻ IFS ഓഫീസറായ 101 വയസ്സുള്ള തന്റെ വല്യച്ഛനെ കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ വലിയ ആരാധകനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വിവരങ്ങൾ താങ്കളുടെ ഓഫീസിലേക്ക് ഇമെയിൽ ചെയ്തിട്ടുണ്ട് എന്ന്. പ്രൈം മിനിസ്റ്റർ ഓഫീസിനെയും ജയശങ്കറുടെ ഓഫീസിനെയും ഇതിൽ CC ചെയ്തിട്ടുണ്ട്. വെറും 436 ഫോളോവേഴ്സ് മാത്രമുള്ള ഇവരുടെ ഈ ട്വീറ്റിന് 1.8 മില്യൺ വ്യൂസ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ പിന്നിൽ വലിയ സ്ക്രിപ്റ്റഡ് നാടകമുണ്ട് എന്ന് വളരെ വ്യക്തമാണല്ലോ. അതിന് ഉടനെ തന്നെ മോദിയുടെ മറുപടിയും വന്നു, തീർച്ചയായും ഞാൻ അദ്ദേഹത്തെ കാണാം, അദ്ദേഹവുമായി കാണുന്നതിന് ഞാൻ കാത്തിരിക്കുകയാണ് എന്ന്. മിസ്റ്റർ മോദി, ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ മണിപ്പൂരിലെ ജനങ്ങൾ 20 മാസത്തിലധികമായി നിങ്ങളെ ഒന്ന് കാണുന്നതിനും നിങ്ങളിൽ നിന്ന് അവരുടെ ദുരിതത്തെക്കുറിച്ച് ഒരു വാക്ക് കേൾക്കുന്നതിനും കാത്തിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾക്കതിന് സമയമില്ല.
ഈ സ്ത്രീ കുറിച്ചു കഴിയുമ്പോൾ ഉടനെ തന്നെ അതിന് 2 മില്യണോളം സംഖ്യകളുടെ വ്യൂസ് ലഭിക്കുന്നു. നിങ്ങൾ ഉടനടി പ്രതികരിക്കുന്നു, ഞാൻ തീർച്ചയായും ചെന്ന് കാണുമെന്ന്. നിങ്ങളുടെ പ്രയോറിറ്റികൾ എന്തൊക്കെയാണ് മിസ്റ്റർ? സ്വന്തം രാജ്യത്തെക്കുറിച്ച്, അവിടുത്തെ ജനങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അല്പമെങ്കിലും ഒരു കരുതലുണ്ടോ? പറഞ്ഞതുപോലെ തന്നെ ആ നാടകം അരങ്ങേറുന്ന രംഗമാണ് ഈ കാണുന്നത്. ഈ കസേരയിലിരുന്ന് കൈയടിക്കുന്ന ആളാണ് 101 വയസ്സുള്ള ആരാധകൻ. പതിവ് പോലെ മോദി മോദി വിളികളോടെ നാടകം അരങ്ങേറുകയാണ്. അതിന്റെ ഇടയ്ക്ക് ഓരോ വന്ദേ മാതരവും ഉണ്ട്. ഓക്കെ, ഇദ്ദേഹത്തെ ചെന്ന് കണ്ടത് നല്ല കാര്യം തന്നെ. പക്ഷേ മണിപ്പൂരിലെ ജനത, അവരുടെ കഷ്ടപ്പാടുകൾ ദിനം പ്രതി എന്നോണമാണ് അവിടെ ആളുകൾ കലാപത്തിൽ മരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ. എത്ര കാലമാണ് ഇത്തരം നാടകങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കുക? ഇതിന് എന്നാണ് അവസാനമുണ്ടാവുക? നിലവിൽ ഇന്ത്യക്ക് ഒരു സുഹൃത്ത് രാജ്യങ്ങളും ഇല്ലാതായി. ശ്രീലങ്കയും ബംഗ്ലാദേശും മാലദ്വീപും തുടങ്ങി എല്ലാ അയൽ രാജ്യങ്ങളുമായി ഒരു ബന്ധവും ഇല്ലാതായി. അമേരിക്കയും കാനഡയും UK-യും ഓസ്ട്രേലിയയും എന്ന് തുടങ്ങി എല്ലാ രാജ്യങ്ങളും ഇന്ത്യയുടെ ശത്രുക്കളായി. മൈ ഫ്രണ്ട് ട്രംപ് പോലും അവഗണിക്കുകയാണ്. രാജ്യം എല്ലാ മേഖലയിലും താഴേക്ക് പതിച്ചിരിക്കുന്നു. അപ്പോഴും തന്റെ വിനോദയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി എന്ന് പറയുന്ന ആൾ.